പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ലൈവിൽ വരാൻ കാരണം നിങ്ങളറിയാത്ത എൻ്റെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അതായത് ഞാനൊരു ഡോക്ടറേറ്റോ ഒന്നുമുള്ള ആളല്ല. ഒരു പാവപ്പെട്ട വീട്ടിൽ ചെറുപ്പത്തിലെ തൊട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു ആളാണ്. എന്നെ പുരോഹിത വേലയ്ക്ക് ചെറുപ്പത്തിൽ നേർന്നതാണ്. അന്ന് ഞാൻ ദേവാലയത്തിൽ ചെറുപ്രായം 10 വയസ്സ് തൊട്ട് ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചകളും രാവിലെ 6:30 പോയി. അന്ന് ശുശ്രൂഷക്കാരൻ കുർബാനയപ്പം ഗോതമ്പ് മാവ് കയ്യിൽ പരത്തി ചിരട്ടക്കരിയുടെ പുറത്ത് വെച്ച് ചുട്ടെടുക്കുന്ന സമയം തൊട്ട് അവിടെ സംബന്ധിച്ച ആളാണ്. കുറേ കാലം 4-5 വർഷമായപ്പോൾ എനിക്കിത് മനസ്സിലായി എന്താ സംഭവമെന്ന്. അവിടുന്ന് ഞാൻ പുരോഹിത വേലയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമൊന്നും പറയുന്നത്, കാരണം ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അല്ല എങ്കിൽ ഓട്ടോ സഭയിൽ ഏതെങ്കിലും ദരിദ്രവാസി ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം, സഹോദരങ്ങളെ, ഞാൻ ഇന്ത്യൻ നേവി ചേർന്നു. എനിക്ക് പഠിക്കാൻ കോളേജിൽ പോകാൻ അവസരമില്ലായിരുന്നു. എങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ ഇന്ത്യൻ നേവി ചേർന്നു. 9 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ്, ഇലക്ട്രിക്കൽ ട്രെയിനിങ് 6 മാസവും മറ്റ് ട്രെയിനിങ് 3 മാസവും കഴിഞ്ഞ് INS വത്സറായിൽ നിന്ന് കൊച്ചിയിൽ ഒരു ഷിപ്പിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു പോന്നു. അതൊരു DC ഷിപ്പായിരുന്നു. കൊണ്ട് പറയുന്നില്ല, ആ ഷിപ്പിൻ്റെ സീസൺ ടൈം അല്ലാത്ത സമയത്ത് എല്ലാ സീനിയേഴ്സും അവധിക്ക് പോകും. എനിക്ക് പോകേണ്ട കാര്യം, കാരണം കൊച്ചിയിൽ നിന്ന് എനിക്ക് ചെങ്ങന്നൂരിന് വരുന്നതിന് 3 മണിക്കൂർ മതി. വീക്കെൻഡ് വരാം, ഇല്ല വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇലക്ട്രിക്കൽ ഡിവിഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എഞ്ചിനീയർ ലെഫ്റ്റനൻറ്റ് മാത്യൂസ്. അതിനു മുമ്പുണ്ടായിരുന്ന സബ്ഡിവിഷൻ്റെ മാറിപ്പോയി. അവിടെ DC ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം. അവിടെ എല്ലാ ചെറിയ ക്യാബിനാണ് ഓഫീസേഴ്സുള്ളത്, അല്ല വ്യക്തി ഓഫീസേഴ്സുള്ളതെല്ലാം. അവിടെ ഫാനുള്ളതെന്ന് പറഞ്ഞാൽ കൊമോട്ടേറ്റർ ഫാൻ, ബ്രഷ് ഉള്ള ഫാനാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ബ്രഷ് തേഞ്ഞ് പോയിട്ട് ആ ബ്രഷിൻ്റെ എൻഡിലുള്ള കോപ്പർ സ്പ്രിങ് ഈ കൊമോട്ടേറ്ററിൽ ഉരഞ്ഞ് സ്പാർക്ക് വന്ന് കത്തും. അപ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. ഇത് ഏത് സമയത്ത് ആര് വിളിച്ചാലും ഞാൻ പോയി റിപ്പയർ ചെയ്യുമായിരുന്നു. ഏതായാലും വേണ്ട, അതൊന്നും കൂടുതൽ പറയുന്നില്ല. ലെഫ്റ്റനൻറ്റ് മാത്യൂസ് ആയിരുന്നു അന്ന് എഞ്ചിനീയർ ഓഫീസർ. ഇലക്ട്രിക്കൽ ഓഫീസറില്ല ഞങ്ങളുടെ ഷിപ്പിൽ. അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ ലെഫ്റ്റനൻറ്റ് മാത്യൂസ് വിളിച്ചു. ഞാൻ ചെന്നു പറഞ്ഞു, തോമസ് ഇതുപോലെ ഷിപ്പിൽ കൊച്ചിക്ക് ബോംബെക്ക് പോകാനായിട്ട് സെയിലിംഗ് ഓർഡർ വന്നു. ഞാൻ ഇലക്ട്രിക്കൽ ആരെങ്കിലും മറ്റ് ഷിപ്പിൽ നിന്ന് വിളിക്കണോ? ഞാൻ പറഞ്ഞു ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഷിപ്പിൽ ട്രെയിനിങ് 6-9 മാസം, ഷിപ്പിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ആ എഞ്ചിനീയർ സെയിലിംഗ് ഓർഡർ സൈൻ ചെയ്ത് വിട്ടു. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോയി. ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇനിയും ഹിസ്റ്ററി എടുത്ത് നോക്കി അറിയാം. വേണ്ട, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല, സംഭവിച്ച കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നേവിയിൽ നിന്ന് ഡിസ്ചാർജ് മേടിക്കാനായിട്ട് ഞാൻ ലെറ്റർ കൊടുത്തു. ബോംബെ തിരിച്ചു വന്നപ്പോഴേ ലെഫ്റ്റനൻറ്റ് മാത്യൂസിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, എന്താ പാടാ ഇത്? ഞാൻ പറഞ്ഞു ഡിസ്ചാർജിനുള്ള ലെറ്ററാണ്. പാടിച്ചേറി കളഞ്ഞിട്ട് പറഞ്ഞു, നീ റഷ്യക്ക് പോവും, റഷ്യയിൽ നിന്നൊരു ഷിപ്പ് കൊണ്ടുവരണം, അതിന് നീയും പോകണം. അങ്ങനെ ഞാൻ റഷ്യക്ക് പോയി. അപ്പോൾ അത് അവിടെ നിർത്താം. എന്തിനാ നേവിയിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് മേടിച്ച്
ഗൾഫിൽ പോയി. ഗൾഫിൽ ചെന്നു. അവിടെയും എനിക്കറിയാൻ വയ്യാത്ത ഒരു ജോലിയായിരുന്നു റൺവേ ലൈറ്റിങ്ങിൻ്റെ കാര്യം. അതിനകത്ത് ഞാൻ ചാടിക്കേറിയില്ല. അവിടെ കോയറ്റാട്ട് വന്നു. എനിക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എനിക്ക് ഏഷ്യയുടെ വർക്ക് അറിയാം, വാട്ടർ പമ്പിൻ്റെ വർക്ക് അറിയാം, പ്ലംബിങ് അറിയാം. ഞാൻ അവിടെ കോയറ്റാട്ട് വന്നു. ഞങ്ങളുടെ എഞ്ചിനീയർ ഓഫീസർ എന്ന് പറഞ്ഞ അലക്സാണ്ടർ, എക്സ് എയർഫോഴ്സ് ഇംഗ്ലണ്ടിലെ. ഞാൻ എക്സ് നേവി എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷമായി. എനിക്ക് ലൈസൻസ് ഉണ്ട്, ഏസിയുടെ പണി ഞാൻ ചെയ്യും. എന്തിന്? ഞങ്ങളുടെ എയർപോർട്ടിൽ എ സി വർക്ക്ഷോപ്പിൽ വിൻഡോ ടൈപ്പ് എ സി വന്നാൽ എ സി മെക്കാനിക്കിന് പകരം ഞാനാ ചെയ്തുകൊണ്ട്. എ സി മെക്കാനിക്ക് അറിയത്തില്ല പൈപ്പ് ബ്രേസ് ചെയ്യാൻ. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എഞ്ചിനീയർ ഓഫീസർ എന്നോട് പറഞ്ഞു, തോമസ്, നീ എന്നും ഇവിടെ പോയി ഓരോ കാര്യങ്ങൾ നോക്കണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റൺവേയുടെ ലൈറ്റിങ്ങിൻ്റെ കേബിളെല്ലാം മാറണം, റൺവേ അപ്ഗ്രേഡ് ചെയ്യുക, പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്യണം. എല്ലാം അതിന് കോൺട്രാക്ട് എക്സ്ട്രിബിളി എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനി വന്നു. അവർ വന്നു. അവർക്ക് എൻ്റെ ജോലിയായിരുന്നു ഇവരെ കുഴിക്കുന്നിടത്ത് വല്ല ഇലക്ട്രിക് കേബിൾ ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതൊക്കെ ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമ്പനി കംപ്ലീറ്റ് വർക്ക് തീർന്നു. എന്നാൽ കുറച്ച് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയിട്ടു. ഇവരുടെ ഗ്യാരൻറ്റി എഞ്ചിനീയറെ ഏൽപ്പിച്ച് കമ്പനി പോയി. ഗ്യാരൻറ്റി എഞ്ചിനീയർ മിസ്റ്റർ മൈക്കിളായിരുന്നു. അപ്പം മൈക്കിള് വർക്ക്ഷോപ്പിൽ വന്നു. എഞ്ചിനീയർ അലക്സാണ്ടർ പറഞ്ഞു, എനിക്കൊരു ഇലക്ട്രീഷ്യനെ വേണം എൻ്റെ കൂടെ ജോലി ചെയ്യാനായിട്ട്. അപ്പം അലക്സാണ്ടർ ഒരാളെ വിട്ടു. ഉച്ചയ്ക്ക് മുമ്പേ അവൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട, എൻ്റെ കൂടെ വെയിലത്ത് ജോലി ചെയ്യാവുന്നവനെ വേണം. 2-3 വരെ പരീക്ഷ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ഓടി ഞാൻ വാളണ്ടറായിട്ട് പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, നീ പോയാലെങ്ങനെ? ഞാൻ പറഞ്ഞു, സാരമില്ല, അവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ മറ്റേ വർക്ക് ചെയ്തോളാം. അങ്ങനെ മൈക്കിളിൻ്റെ കൂടെ 1 വർഷം ഞാൻ റൺവേ ജോലി ചെയ്തു. റൺവേ ലൈറ്റിങ്ങിൻ്റെ വർക്ക് മുഴുവൻ പഠിച്ചു. അതെൻ്റെ കഴിവല്ല, എനിക്ക് ദൈവം ഓർപ്പിച്ചു തന്നു. നീ പഠിച്ചോ, ഈ സമയത്ത് നിനക്ക് നല്ല ഭാവി കിട്ടും. അങ്ങനെ റൺവേ ലൈറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മൈക്കിള് ചെയ്യുന്നതും അവൻ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ കണ്ട് എല്ലാം പഠിച്ചും ബാക്കി അവൻ എന്നെ പഠിപ്പിച്ചും ഞാൻ അവിടെ നിന്നു. ഈ ഗ്യാരൻറ്റി എഞ്ചിനീയർ ഫോണിൻ്റെ സമയമായപ്പോൾ അലക്സാണ്ടറോട് പറഞ്ഞു ടേക്ക് ഓവർ ചെയ്യണം. ഉടനെ അലക്സാണ്ടർ പറഞ്ഞു, തോമസ് വിൽ ടേക്ക് ഓവർ. ഞാനാണ് ദോഹ എയർപോർട്ടിൻ്റെ റൺവേ ലൈറ്റിങ്ങിൻ്റെ ഗ്യാരൻറ്റി എഞ്ചിനീയറിൽ നിന്ന് റൺവേ ലൈറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യം റെസ്പോൺസിബിലിറ്റി ടേക്ക് ഓവർ ചെയ്തത്. നിങ്ങൾ പോയെന്നാണ് അന്വേഷിക്കാൻ. എന്നാൽ ഇത്രേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്നാൽ പുത്തയ്യായുടെ വകയിലെ പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. ഇന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദരിദ്രവാസി പഠിക്കാൻ ചെറുപ്പത്തിലെ എങ്ങനെ പഠിച്ചു എന്നുള്ള, അവൻ എങ്ങനെ പഠിച്ചു, എവിടെ പോയി ആഹാരം കഴിച്ചുകൊണ്ടാണ് ജീവിച്ചതെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അവൻ ഏതോ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്നു വെച്ച് ഏതൊക്കെയോ അവന് കിട്ടി. അവൻ റിട്ടയറായി കഴിഞ്ഞപ്പോൾ ആത്മീയതയിലാണ് മുഴുവൻ. പള്ളി ട്രസ്റ്റിയായി. അവനോടൊരു കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞിട്ട് പോയി. അവനിപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മാവേലിക്കരക്കാരൻ. ആ മനുഷ്യൻ ഗൾഫിലുണ്ടായിരുന്ന ആളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആ മനുഷ്യൻ പലപ്പോഴും എന്നെ കാണുകയും എനിക്ക് ദിവസവും ടെലിഫോൺ ചെയ്യും, ഓരോ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും. അത്ര ആത്മാർത്ഥത ഞങ്ങൾ തമ്മിൽ. ഒരു ദിവസം ഈ മാവേലിക്കുന്ന ആൾ വന്നു, എന്നോട് പറഞ്ഞു, ഇന്ന ആളിനെ അറിയുമോ? ഞാൻ പറഞ്ഞറിയും, ഒന്ന് കാണണം. സൺഡേ സ്കൂളിൽ ചെന്ന്
ആ പട്ടിയോട് ഞാൻ പറഞ്ഞു, ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുക ആ പട്ടിയോട് ഞാൻ പറഞ്ഞു, ഇന്നയാൾ താഴെ വന്ന് നിൽക്കുന്നു, ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാറി നിന്ന് കൊടുത്തു. അവൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത്, ഞാൻ കള്ളു കുടിച്ച് തുണിയില്ലാതെ നടക്കുന്നവനാണെന്ന്. പോരായോ? ഇവനെന്തോ, ഇവൻ്റെ ഹൃദയം എവിടാ, ഇവൻ ആത്മീയത എവിടാ? സൺഡേ സ്കൂളിൽ എന്തോ കോപ്പുണ്ടാക്കാനാണ് പോയിരിക്കുന്നത്. അവിടെ വരുന്ന പെണ്ണുങ്ങൾ പഠിപ്പിക്കാൻ വരുന്ന പെണ്ണുങ്ങളെ കണ്ട് രുചിക്കാനല്ലേ? അവൻ്റെ പെണ്ണുങ്ങളെ കണ്ട ഒന്നിനും കൊള്ളത്തില്ല. അവൻ അവിടെ നിന്ന് സൂഹിക്കുക. അവൻ പറഞ്ഞു കൊടുത്തത്, ഞാൻ കള്ളു കുടിച്ച് തുണിയിലാണെന്ന്. അത് അവൻ്റെ വീട്ടിൽ ഞാൻ ചെന്നോ? ഞാനത് ചോദിച്ചില്ല. ഇനി ഞാൻ ചോദിക്കും, അത് അവനോട് ഞാൻ ചോദിക്കും, പബ്ലിക്കായിട്ട് ഞാൻ ചോദിക്കും. എന്നാൽ ഈ പയ്യൻ അവനോട് പറഞ്ഞു, പപ്പായെ എനിക്കറിയാം, പപ്പ ആരാണെന്ന് എനിക്കറിയാം, എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാം, പപ്പ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ദരിദ്രവാസി എന്നെക്കുറിച്ച് പറഞ്ഞത്, അവൻ ആത്മീയനാണ്. നിൻ്റെ ഹൃദയം എവിടാണ്? മറ്റുള്ളവരെ കുറിച്ച് കുശുമ്പ് കുന്നായ്മയും ഇല്ലായ്മയും പറഞ്ഞുണ്ടാക്കുന്നവനാണോ? ഞാൻ നിന്നെക്കുറിച്ച്, നീ സ്കൂളിൽ പഠിച്ചപ്പോൾ എവിടുന്നാ ഒരു നേരത്തെ ആഹാരം കഴിച്ചെന്നുള്ളത് ഞാൻ പറയണോ? പറഞ്ഞു തരാം. നീയൊന്നും എൻ്റെ മുന്നിൽ നിൽക്കത്തില്ല. നീ പോയി ഇന്നിപ്പം പള്ളിയിലെ മോട്ടിച്ച പുരോഹിതൻ്റെ കൂടെ രാവിലെ നടക്കാൻ പോവല്ലോ, അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്ക്, നിനക്ക് കിട്ടും. നിന്നോട് ഞാൻ ചോദിക്കും. ഞാൻ ചോദിച്ചില്ല എങ്കിൽ നീ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കും. ഇപ്പോൾ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഈ ദരിദ്രവാസി ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ പെരളശ്ശേരി സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരിക്കുന്ന ആ ദരിദ്രവാസിയോട് പറ, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ ചുണയുണ്ടെങ്കിൽ അവന് എന്നോട് സംസാരിക്കട്ടെ. അവൻ എന്നോടാ പറയേണ്ടത്, ഞാൻ കണ്ടുപിടിച്ച ചുണിയില്ല നടക്കുന്നത് നല്ലതല്ലെന്ന്. അവൻ്റെ അമ്മ മരിച്ചപ്പോൾ അവൻ്റെ അപ്പൻ്റെ അടുത്ത് ഒരു സ്ത്രീ കല്യാണം, അവൾ തന്നെ കല്യാണത്തിന് വന്നു. അതിവനറിയാമോ? പോട്ടെ, ഞാനിത് കൂടുതൽ പറയുന്നില്ല. ഞാൻ എല്ലാം മറക്കുന്നു. ഏതായാലും കൊള്ളാം. പുത്തങ്ക വിടകയിൽ എല്ലാ പരിശുദ്ധന്മാരും കാട്ടും മോട്ടിച്ചും സമ്പാദിച്ച് ആത്മീയതക്കേറിയ ദരിദ്രവാസികളെ ഇതൊക്കെ ഒരു ദിവസം മനസ്സിലാക്കും. നിൻ്റെയൊക്കെ ചെയ്തികളുടെ അനുഭവം.